ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രയോസിസ് കോർണർ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റും അതിൻ്റെ തന്നെ സ്പ്രെഡും വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഒരു പുഡിങ്ങിൻ്റെ ചെറിയ രൂപമാണ്. അപ്പോൾ ഞാൻ അതിന് ബിസ്കോഫ് ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ട് പേരും കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിവിടെ 125 ഗ്രാമിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബട്ടർ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അതിൻ്റെ ഇടയിൽ ആവശ്യത്തിനുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 2-3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് വേണം. കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ളത് വേണം. പിന്നെ വേണ്ടത് വാനില എസൻസ് വേണം. ഞാനിവിടെ വാനില പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വാനില എസൻസ് യൂസ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ബിസ്കോഫിൻ്റെ തന്നെ സ്പ്രെഡ് കിട്ടും നമുക്ക്. ഞാൻ ക്രഞ്ചി സ്പ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തു. ബിസ്ക്കറ്റ് അതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടിച്ചതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച ശേഷം, ഒരു 1/4 ഭാഗം മാറ്റി വെച്ച ശേഷമാണ് ഞാൻ ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റും ഇതിൻ്റെ സ്പ്രെഡൊക്കെ ഭയങ്കര മധുരം കേട്ടോ. അതുകൊണ്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് മധുരത്തിൻ്റെ ആ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നും. അപ്പോൾ എല്ലാവർക്കും മധുരം അധികം ഇഷ്ടമുണ്ടാവില്ല. ഈ ഒരു ബിസ്ക്കറ്റിന് തന്നെ സാധാ ബിസ്ക്കറ്റിനേക്കാളും മധുരം കൂടുതലാണ്. അപ്പോൾ ഞാനത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്താ എന്ന് വെച്ചാൽ, നമ്മൾ ഏത് പാത്രങ്ങളിലാണോ സെറ്റ് ചെയ്യുന്നത്, ഞാനപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെറിയ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഒരുമിച്ച് ഒരു വലിയ പാത്രത്തിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇതേപോലെ ആ ബിസ്ക്കറ്റും ബട്ടറും കൂടിയുള്ള ഭാഗം ഒന്ന് ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് അമർത്തി കൊടുത്ത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കുക. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ സാധാ തട്ടിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീമും ക്രീം ചീസൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ആ റെഡ് ബൗളിൽ. യെല്ലോ ബൗളിൽ ഞാൻ ക്രീം ചീസ് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്. പിന്നെ നമുക്ക് വാനില എസൻസോ വാനില പൗഡർ ആണെങ്കിലും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാൻ വാനില പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കളറ് മാറണ്ടെന്ന് കരുതിയിട്ടാണ് പൗഡർ യൂസ് ചെയ്തത്. അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് രണ്ടിനും ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് വിപ്പിംഗ് ക്രീമാണ്. നന്നായി സ്റ്റിഫാവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് ക്രീം ചീസും കണ്ടൻസ്ഡ് മിൽക്കും വാനില പൗഡറും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതൊന്ന് നന്നായി മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എടുത്തു വെച്ചിട്ടുള്ള ബിസ്കോഫിൻ്റെ സ്പ്രെഡ് അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ക്രഞ്ചി സ്പ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രീമി സ്പ്രെഡും കിട്ടും. ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ക്രീമിയാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഇവിടെ ക്രഞ്ചി ആയ കാരണം, ക്രഞ്ചി സ്പ്രെഡ് ഉള്ള കാരണം ഞാനത് ചേർത്തു എന്നേ ഉള്ളൂ. രണ്ടിനും എന്തിനാണെങ്കിലും അത് ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് അതിനനുസരിച്ച് മധുരത്തിന് നോക്കിയിട്ട് മതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് വരണ്ട. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ ഈ ഒരു മിക്സ്ചർ ആഡ് ചെയ്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീമിന് ചെറിയ മധുരമുണ്ട്. അത് കാരണം ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇതാക്കി വെക്കുക. പൈപ്പിംഗ് ബാഗിലാക്കുന്നത് നമുക്കതിൽ ആ സെറ്റ് ചെയ്ത പാത്രങ്ങളിലേക്ക് പെട്ടെന്ന് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. സ്പൂൺ കൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായി സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് പൈപ്പിംഗ് ബാഗ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നോസിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും വേണ്ട. നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നോസിൽ ഇട്ടാൽ മതി. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പാത്രങ്ങളിലും ഇത് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് അതിൻ്റെ ഈ സോസ് സെയിം ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ക്രഞ്ചി ആയ കാരണം വീണ്ടും നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുമ്പോൾ ആ ക്രഞ്ചി ആയിട്ടുള്ള ഭാഗം ഇടയിൽ ഇങ്ങനെ കട്ടി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു.
അപ്പം നിങ്ങൾക്ക് ക്രീമി ആയിട്ടുള്ള സ്പ്രെഡാണെങ്കിൽ നമുക്ക് ആ സോസ് ഒഴിച്ച് കൊടുക്കാനൊക്കെ എളുപ്പമുണ്ടാവും. ഞാനത് തിളച്ച വെള്ളത്തിലാണ് മുക്കി വെക്കുന്നത്, കുറച്ച് നേരം ആ പാത്രം ഇറക്കി വെക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ ഒരേ അളവിൽ തന്നെ കെറ്റിൽ നിന്ന് വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുള്ള നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ബിസ്ക്കറ്റ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതിൽ 2-3 കൂടി ആഡ് ചെയ്ത് ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി വല്ലാതെ പൊടിക്കാതെ ഒന്നും ചെറുതായി പൊടിച്ച് വെച്ചതാണ്. ഇത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പൈപ്പിംഗ് ബാഗിൽ ആക്കി കൊടുക്കുക. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്പൂൺ കൊണ്ട് വെച്ച് നമുക്ക് ഒഴിച്ചാലും മതി കേട്ടോ. നമുക്ക് സ്പൂൺ വെച്ചാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഇത് പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റാവാൻ വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ ഭാഗമല്ലേ, അതിലെ മേലെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോവും. അപ്പോൾ ഇതാദ്യം ആ സെറ്റാവുന്ന പുഡിങ്ങിൻ്റെ ആ പാത്രങ്ങളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതൊരു പുഡിങ്ങിൻ്റെ പോലെ വല്ലാതെ കട്ടിയിൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ, കാരണം ഇതിൽ ജെലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലെ, എന്നാൽ ചീസ് കേക്കിൻ്റെ പോലെ അത്ര കട്ടിയിൽ കിട്ടില്ല. അപ്പം ഞാനതിലേക്ക് ആ സോസ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മേലെ വീണ്ടും ബിസ്ക്കറ്റിൻ്റെ ആ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ശരിക്കും വീണ്ടും നമ്മുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആ ഒരു പാർട്ട് എടുക്കാൻ മറന്നുപോയി, അത് കാരണം ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് സെറ്റാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബിസ്കോഫ് ഷോട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെയാണ്, പക്ഷേ എന്നാൽ അത്ര തണുപ്പില്ലേനു. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അതുപോലെ നമുക്ക് വല്ല പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.